ജനാധിപത്യ കുർബാന എന്നത് അസാധു തന്നെയാണ്. അതുതന്നെയാണ് വീണ്ടും വീണ്ടും സഭയിൽ ഓരോ വിഭാഗവും ഉയർത്തുന്ന ചോദ്യം. അങ്ങനെ അല്ലേ എന്ന് ആണ്. വിശ്വാസികളായ സിറോ മലബാർ സഭ യുവജനങ്ങളിൽ കടുത്ത വിശ്വാസ പ്രതിസന്ധിയാണ് ഈ ഒരു ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. സിറോ മലബാർ സഭ യുവജനങ്ങളിൽ കടുത്ത വിശ്വാസ പ്രതിസന്ധി വളരുന്നുവെന്ന് വ്യക്തം. സഭ വിലക്കിയ ജനാഭിമുഖ കുർബാന വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിന് അനുവാദം കൊടുത്തോ എന്നാണ് വിശ്വാസ യുവജനയുടെ ചോദ്യം. മാർപ്പാപ്പ വിലക്കിയ കുർബാന എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അർപ്പിക്കുന്നതെന്നും അടുത്ത ചോദ്യം. യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സഭാ സിനഡിന് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. മെത്രാൻ സിനഡാണ് പ്രധാന ഉത്തരവാദികൾ. അവർ സഭയിലെ ലിറ്റർജിയിൽ വെള്ളം ചേർത്തിരിക്കുന്നു. സിറോ മലബാർ സഭയിലെ പ്രധാന പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന രീതി യൂണിഫോം മാസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ കാലാകാലങ്ങളായുള്ള തർക്കം തന്നെയാണ്. സഭാ നേതൃത്വത്തിന്റെ സുതാര്യതയില്ലായ്മ വിശ്വാസതയെ ബാധിച്ചു. പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് രൂക്ഷമായി തുടരുന്നു. 2023 മാർപ്പാപ്പ ഇടപെട്ടിട്ടും പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനുമായില്ല. കുർബാനയുടെ അർത്ഥം സംബന്ധിച്ച തർക്കങ്ങൾ സഭയുടെ ഉള്ളിൽ വലിയ ഭിന്നത സൃഷ്ടിച്ചിട്ടുണ്ട്. അൾത്താര അഭിമുഖമാണോ അതോ ജനാഭിമുഖമാണോ എന്ന ആ ഒരു തർക്കം അനാവശ്യ തർക്കമാണ്. എറണാകുളം ബസേലിക്കയിൽ വിശ്വാസികൾ തന്നെ സഭയുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്ന സമരം മെത്രാന്മാർക്ക് തന്നെ നാണക്കേടാണ്. വിശ്വാസികളെ വിശ്വാസമില്ലാത്ത മെത്രാന്മാർ എത്രനാൾ ഇങ്ങനെ തുടരുമെന്നാണ് ചോദ്യം. സഭയുടെ പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങൾ ഏകീകൃത കുർബാന തർക്കം, പിന്നെ മെത്രാന്മാരുടെ വിശ്വാസതയിൽ തകർച്ച, മെത്രാന്മാരുടെ സത്യസന്ധതയില്ലായ്മ എന്നു തന്നെയാണ്. അൾത്താരയ്ക്ക് അഭിമുഖമായി കുർബാന വേണമോ ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാന വേണോ എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഒരിക്കലും തുടരുന്നില്ല. അതിന് ഉത്തരം കണ്ടെത്താൻ മെത്രാന്മാർ തയ്യാറാകുന്നില്ല. സിനഡ് ഏകീകൃത രീതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ പലരും അതിനെ എതിർത്തു. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പ ഇടപെട്ടെങ്കിലും അതിരൂപതയിലെ 328 പള്ളികൾ, പ്രത്യേകിച്ച് അതിരൂപതയിലെ പള്ളികൾ ഏകീകൃത രീതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഇത് സഭയുടെ അച്ചടക്കത്തെ ചോദ്യം ചെയ്തു. സ്ഥിരം സിനഡ് മെത്രാന്മാർ പലരും കഴിവില്ലാത്തവരും മിണ്ടാത്തവരുമായ സമവായ കുർബാന എന്ന ശീഷ്മ സൃഷ്ടിക്കാൻ ഉത്തരവാദികളും തന്നെയാണ്. സഭയിലെ എല്ലാ ആത്മായ ഘടകങ്ങളും നിർജീവ അവസ്ഥയിലാണ്. സിറോ മലബാർ മെത്രാൻ സിനഡിനാണ് എല്ലാ ഈ ഒരു തകർച്ചയുടെയും ഉത്തരവാദിത്വം. തൃശൂർ, എറണാകുളം, ഇരിങ്ങാലക്കുട, താമരശ്ശേരി രൂപതകളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ സഭ വിട്ട് മാറി നിൽക്കുന്നത്. പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ, അവ മറച്ചുവെക്കാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾ ഇവ സഭയുടെ പ്രതിച്ഛായ പിന്നെയും തകർത്തു. സഭയുടെ നേതൃത്വം നീതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണെന്നും യുവജനങ്ങളടക്കം 83.8% വിശ്വാസികൾ കരുതുന്നു. അത് വളരെ വ്യക്തമാണ്. സിറോ മലബാർ സഭ സിനഡ് മെത്രാന്മാർ ജനാഭിമുഖ കുർബാനയെ എറണാകുളത്ത് പ്രോത്സാഹിപ്പിക്കുന്ന രീതി മറ്റു സഭകളെ അമ്പരപ്പിക്കുന്നൊരു നടപടി കൂടിയായി. സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന മെത്രാന്മാർ ഏകീകൃത കുർബാനയിൽ മൗനം പാലിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം. പ്രത്യേകിച്ച് ജോസഫ് പാംബ്ലാനി മെത്രാൻ കുർബാന തർക്കം വഷളാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതിസന്ധിയെക്കുറിച്ചുള്ള സഭയുടെ ആശയവിനിമയ രീതി അപര്യാപ്തമാണെന്നും സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് സത്യസന്ധതയില്ലെന്നുമാണ് 85.9% പേർ രേഖപ്പെടുത്തിയത്. പല മെത്രാന്മാരും രാഷ്ട്രീയ പാർട്ടികളുടെ കളിപ്പാവയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്ത ഇന്നത്തെ തട്ടിൽ മെത്രാന്റെ അവസ്ഥ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും. ഈ പ്രതിസന്ധി സഭയുടെ ഘടനയെയും വിശ്വാസികളുടെ സഭയുമായുള്ള ബന്ധത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സിനഡ് ശ്രമിക്കുന്നില്ല. വിദേശത്ത് സഭയിലെ യുവജനങ്ങൾ വലിയ വെല്ലുവിളികൾ ഇത് കാരണം നേരിടുന്നു എന്നാണ് ഇപ്പോഴത്തെ വിവരം. യുവാക്കളിൽ പലരും സഭ വിട്ട് ലത്തീൻ സഭയിലടക്കം ചേർന്നു കഴിഞ്ഞു. സിറോ മലബാർ സിനഡിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന അവസ്ഥയാണ്. മെത്രാന്മാരുടെ കോലം കത്തിച്ചും കുപ്പിയെറിഞ്ഞും സാത്താനിക കുർബാന അർപ്പിച്ചും സംഘർഷം ഒക്കെ ഉണ്ടാക്കി സഭയ്ക്കെതിരെ റാലിയൊക്കെ നടത്തിയ പാംബ്ലാനി, ഈ വിമതരെ പാംബ്ലാനി മെത്രാൻ ആർച്ച് ബിഷപ്പ് തട്ടിൽ മാർ റാഫേൽ തട്ടിന്റെ നിർദ്ദേശത്തിൽ പാംബ്ലാനി അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ്. അവരെ പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളായി നിയമിച്ചു. ഇതിലും വലിയ അപജയം സിറോ മലബാർ സഭയ്ക്ക് ഇനി ഉണ്ടാകാനുണ്ടോ എന്നാണ് ഇപ്പോൾ വിശ്വാസികളും ചോദിക്കുന്നത്.